നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് IPL LSGയും DC തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. DC പരിതാപകരമായ സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുന്നു. LSG ആവട്ടെ തുടക്കത്തിലൊന്ന് കാലിടരെങ്കിലും പിന്നെ അതിശക്തമായിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ IPL കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലക്നൌവിൽ ഏറ്റുമുട്ടുമ്പോൾ വീണ്ടും ഒരു സ്ലോ ആൻഡ് സ്പിൻ ഫ്രണ്ട്ലി പിച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. DC സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗ് അത്രയധികം ഫയർ ചെയ്യുന്നില്ല, മിസ് ഫയറിംഗ് ആണ്. അതൊരു തിരിച്ചടിയാണ്. മിച്ചൽ മാർഷിന്റെ പരിക്ക്, അദ്ദേഹം ഒരു പക്ഷേ ഇന്നത്തെ മത്സരവും കളിക്കാൻ സാധ്യതയില്ല. കുൽദീപ് യാദവിനും പരിക്കാണ്, കഴിഞ്ഞ കളികൾ അദ്ദേഹം കളിച്ചിട്ടില്ല. എന്നാൽ തിരിച്ചു വരും, ഈ കളി കളിക്കും എന്നൊരു പ്രതീക്ഷ ഇന്നലെ DCയുടെ ഹെഡ് കോച്ച് റിക്കി പോണ്ടിങ് പങ്കുവെക്കുകയുണ്ടായി. എന്തായാലും അത് കണ്ടറിയണം കളിക്കുമോ എന്നുള്ളത്. ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം മിസ് ഫയറിംഗ് ആയിട്ടുള്ള ബാറ്റിംഗ് നിര. അവര് സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിച്ചിൽ കളിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതിൽ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ മത്സരത്തിൽ കൃണാൽ പാണ്ഡ്യയും രവി ബിഷ്ണോയും സിദ്ധാർത്ഥും ചേർന്നുകൊണ്ട് 10 ഓവർ ബൗൾ ചെയ്തിട്ട് 48 റൺസിന് 4 വിക്കറ്റാണ് പിഴുതത് LSGയുടെ സ്പിന്നർമാർ. ഒരു പക്ഷേ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയും അതേ തരത്തിലുള്ള ഒരു സർഫേസ് ഒരുക്കി അതേ തന്ത്രവും കൊണ്ട് LSG കളിക്കാനുള്ള സാധ്യത കാണുന്നു. ഈ സീസണിൽ നമ്മൾ പറഞ്ഞല്ലോ, മിസ് ഫയറിംഗ് ആണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് നിര എന്ന് പറയുമ്പോൾ ചിലർ പറയും പന്തിന്റെ 2 അർദ്ധ സെഞ്ചുറി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ചില കളികൾ നന്നായി കളിച്ചിട്ടില്ലേ, സ്റ്റബ്സിന്റെ കിടലും വെടിക്കെട്ട് കണ്ടില്ലേ. ശരിയാണ്, പക്ഷെ കളക്റ്റീവായിട്ട് എടുക്കുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. 23.35 മാത്രമാണ് അവരുടെ കളക്റ്റീവ് ആവറേജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ IPL കളിക്കുന്ന ടീമുകളിൽ ഏറ്റവും ലോവസ്റ്റ് ആണത്. ഇനി സ്പിന്നർമാർക്കെതിരെയുള്ള അവരുടെ കണക്ക് നോക്കിയാൽ ലോവസ്റ്റ് ബാറ്റിംഗ് ആവറേജ് അഗെയിൻസ്റ്റ് സ്പിന്ന് അവരുടേതാണ് സെക്കൻഡ് ലോവസ്റ്റ്. 28.44 അവരുടെ സ്പിന്നേഴ്സിനെതിരെയുള്ള ആവറേജ് എന്ന് പറയുന്നത്. അത് IPL ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തേതാണ്. KKR ആണ് ഒന്നാമത് നിൽക്കുന്നത്. അപ്പം LSGയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഡൽഹി ക്യാപിറ്റൽസ് ഈ മത്സരം തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ ഈ മത്സരം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഈ മത്സരം തിരിച്ചു പിടിക്കുകയല്ല, അവരുടെ IPL ക്യാമ്പയിൻ തിരികെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, അത് കാത്തിരുന്ന് കാണണം. രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസും അതുപോലെ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി ഒക്കെ നോക്കുമ്പോൾ ഇപ്പോൾ മായങ്ക് യാദവ്, നമുക്കറിയാം കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഒരു ഓവർ മാത്രം ബൗൾ ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹം തിരികെ വരുമോ, കളിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട് താരത്തിന് എന്നാണ് റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ വർക്ക് ലോഡ് മാനേജ് ചെയ്യാൻ വേണ്ടി LSG ഉദ്ദേശിക്കുന്നു എന്ന വാർത്ത കൂടി വന്നു. ജസ്റ്റിൻ ലാംഗർ പറഞ്ഞത് അടുത്ത 2 മത്സരങ്ങളിലെങ്കിലും മായങ്ക് യാദവ് പുറത്തിരിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം മാത്രമല്ല, മോസിൻ ഖാന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഫിറ്റ്നസിന്റെ ഇഷ്യൂകളുണ്ട്, സോർ ഹാംസ്ട്രിങ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് കഴിഞ്ഞ 2 മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടില്ല. അപ്പൊ ഇവർ രണ്ടുപേരും ഇന്നും കളിക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ അർഷദ് ഖാന് അല്ലെങ്കിൽ യുദ്വീർ സിംഗ്, ഇതിൽ ആരെങ്കിലും കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഓവർസീസ് പേസ് ഓപ്ഷൻസ് അവർക്ക് അവൈലബിൾ ആണ്. മാറ്റ് ഹെൻറിയും ഷമർ ജോസഫും. അതിൽ ആരെ കളിപ്പിക്കും എന്നുള്ളതും കണ്ടറിയണം. LSGയുടെ ഒരു പ്രോബിൾ 12ലേക്ക് പോയാൽ ക്വിന്റൻ ഡീകോക്ക്, KL രാഹുൽ, ദേവദത്ത് പടിക്കൽ, മാർക്കസ് സ്റ്റോയിനിസ്, നിക്കോളാസ് പൂരൻ, ആയുഷ് ബദോനി, കൃണാൽ പാണ്ഡ്യ, രവി ബിഷ്ണോയി, യാഷ് താക്കൂർ, നവീൻ ഉലക്ക്, അർഷദ് ഖാൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സിദ്ധാർത്ഥ്. അപ്പോൾ ബൗൾ ചെയ്യാൻ വേണ്ടി സിദ്ധാർത്ഥിനെ കളിപ്പിക്കും, പിന്നെ അദ്ദേഹത്തെ മാറ്റി ബാറ്ററി ഇറക്കും, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഇല്ലാതെ കളിക്കാൻ ഇറങ്ങും, പിന്നെ ദേവദത്ത് പടിക്കലിനെയോ മറ്റാരെങ്കിലും മാറ്റിക്കൊണ്ട് സിദ്ധാർത്ഥിനെ ബൗൾ ചെയ്യാൻ വേണ്ടി ഇറക്കും. ഇതായിരിക്കും അവരുടെ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി. ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, കുൽദീപ് യാദവും മുകേഷ് കുമാറും അവൈലബിൾ ആവും ലക്നൌവിനെതിരെ എന്നൊരു പ്രതീക്ഷ റിക്കി പോണ്ടിങ്ങിനുണ്ട്. കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. മാർഷിന്റെ കാര്യത്തിൽ പരിക്കാണ്, അദ്ദേഹം ഇന്ന് കളിക്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അപ്പം ഡൽഹിയുടെ ഒരു പ്രോബിൾ 12ലേക്ക് പോയാൽ പൃഥ്വി ഷാ, ഡേവിഡ് വാർണർ, അഭിഷേക് പോറൽ, ഋഷഭ് പന്ത്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അക്സർ പട്ടേൽ, ലളിത് യാദവ്, ജയ് റിച്ചാർഡ്സൺ, അൻഡ്രിക് നോർക്കിയ, ഇഷാന്ത് ശർമ്മ, ഖലീൽ അഹമ്മദ്, കുമാർ കുഷാഗ്ര. ഇതാണ് 12 ആണ് കുമാർ കുഷാഗ്ര. അദ്ദേഹത്തെ സന്ദർഭോചിതമായിട്ട് ബാറ്റിങ്ങിനോ ബൗളിങ്ങിനോ ആ ഒരു സമയത്ത് ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോൾ ഉപയോഗപ്പെടുത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പിച്ചിന്റെ കാര്യത്തിലാണ്. ഇന്നലെ ജസ്റ്റിൻ ലാംഗർ പറഞ്ഞത് അവര് ബ്ലാക്ക് സോയിൽ പിച്ചിലായിരിക്കും ക്യാപിറ്റൽസിനെതിരെ കളിക്കുക എന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അനദർ സ്ലോ സ്പിൻ ഫ്രണ്ട്ലി സർഫേസ് ആണ്. LSG കഴിഞ്ഞ കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വളരെ കൺവിൻസിംഗ്ലി വിജയിച്ചതാണ്. വലിയൊരു സ്കോറൊന്നും വരില്ല, പക്ഷെ നന്നായിട്ട് അവർ ബോൾ ചെയ്ത് ഡിഫെൻഡ് ചെയ്തു. അപ്പോൾ അതേ സ്ട്രാറ്റജി തന്നെ ഇവിടെ ഉപയോഗപ്പെടുത്താനാണ് LSG ഒരുങ്ങുന്നത്. DC ഇന്ത്യയും ഖത്തറിൽ കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.